ഇടുക്കി ലോ റേഞ്ചിൽ അതിശക്തമായ മഴ തുടരുന്നു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നാടുകാണിയിൽ കാറിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. എന്തൊക്കെയാണ് അവിടുത്തെ ദുരിതങ്ങൾ, മഴപ്പെയ്ത്തിലെ ദുരിതങ്ങൾ, ഇപ്പോഴത്തെ അവസ്ഥ? ജിംഷാദ്, ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയിൽ കാര്യമായ മഴ പെയ്തില്ലെങ്കിലും അതിശക്ത മഴയുമാണ് ലോ റേഞ്ചിൽ രേഖപ്പെടുത്തിയത്. വൈകുന്നേരം 3:30 മണി മുതൽ തുടങ്ങിയ മഴയാണ് വലിയ നാശം വിതച്ചത്. തൊടുപുഴയിലും പരിസര പ്രദേശത്തും മണിക്കൂറുകൾ തോരാതെ മഴ പെയ്തു. തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ കുളമാവിന് സമീപം റോഡിലേക്ക് മരം ഒടിഞ്ഞു വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പിന്നീട് നാട്ടുകാരും പോലീസും മരം വെട്ടി നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ സംസ്ഥാന പാതയിൽ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. കരിപ്പലങ്ങാട് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് 35 വയസ്സുള്ള സ്ത്രീക്ക് ചെറിയ രീതിയിലുള്ള പരിക്കേറ്റു. ഇവരെ രക്ഷപ്പെടുത്തി. അതോടൊപ്പം തന്നെ നാടുകാണിയിൽ കാറിന് മുകളിലേക്കും മണ്ണിടിച്ചിലുണ്ടായി. ഒരിടത്തും വലിയ രീതിയിലുള്ള ആളപായം ഉണ്ടായിട്ടില്ല. വെള്ളിയാമറ്റം പഞ്ചായത്തിലെ വടക്കനാർ കരകവിഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്ന പാലത്തിലും വെള്ളം കയറിയതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടു. അതോടൊപ്പം തന്നെ വെള്ളിയാമറ്റം ക്രൈസ്റ്റ് കിങ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ 2 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടേക്ക് 3 കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പുഴയോര മേഖലയിൽ താമസിക്കുന്ന നിരവധി കുടുംബങ്ങളെയും ഇവിടേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് നിലനിൽക്കുന്നതിനാൽ ഇടുക്കി ജില്ലയിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവും ഇറക്കിയിട്ടുണ്ട്. കനത്ത നീരൊഴുക്കിനെ തുടർന്ന് മലങ്കര ഡാമിലെ 4 ഷട്ടറുകൾ 1 മീറ്റർ വരെ ഉയർത്തിയിട്ടുണ്ട്. തൊടുപുഴ, മൂവാറ്റുപുഴ ആറുകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാത്രിയിലും തൊടുപുഴ മേഖലകളിൽ മഴ ശക്തമാകുമെന്ന ഒരു മുന്നറിയിപ്പും ലഭ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ ജാഗ്രത പാലിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും 3:30 മണി മുതൽ പെയ്ത മഴ നിരവധി സ്ഥലങ്ങളിൽ നാശം വിതച്ചു എന്ന് വേണം നമുക്ക് പറയാൻ. പല സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞു വീണും മരം വീണും വലിയ രീതിയിലുള്ള ഒരു നാശമാണ് ഉണ്ടായിരിക്കുന്നത്. ജിംഷ, ശരി.